മധ്യകേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സിനഡ് യോഗത്തിൽ ഇന്ന് ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു ശർമ്മ ഇന്നലെയാണ് സിനഡ് യോഗം ആരംഭിച്ചത്. ഈ സിനഡ് യോഗത്തിന്റെ എല്ലാ തവണയും സിനഡ് യോഗത്തിന്റെ 2ാം ദിവസമാണ് ഇത്തരത്തിലൊരു ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുക. അങ്ങനെ തന്നെയാണ് ഇന്ന് 2ാം ദിവസമായി ഇന്ന് അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ 54 ബിഷപ്പുമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ചുള്ള 54 ബിഷപ്പുമാരിൽ നിന്നാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. അതിന്റെ തെരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെയാണ്. ഇത്തരത്തിൽ പുതിയ ഒരു ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇവിടെ നിൽക്കുന്ന സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പുകൾ, ആ ഭിന്നിപ്പുകൾക്ക് 2 വിഭാഗത്തിനും സമ്മതനായ ഒരാളെ തെരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. അങ്ങനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുർബാനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് പുതിയ ആർച്ച് ബിഷപ്പിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം. കാരണം സിനഡ് അനുകൂല കുർബാനയും അതോടൊപ്പം തന്നെ ജനാഭിമുഖ കുർബാനയും ഇതിനെ രണ്ടിലും വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ ഇതിൽ ഏത് വേണമെന്ന തർക്കമാണ് ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ തർക്കം പരിഹരിക്കുന്നതിനുള്ള ശ്രമമാവണം ഏറ്റവും പ്രധാനമായും ആദ്യമായി പുതിയ ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത്തരം ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളും ആരെയാവും അത് തെരഞ്ഞെടുക്കുക എന്നത് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭ സിനഡ് യോഗം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ആർച്ച് ബിഷപ്പിനെ ഇന്ന് തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.